നമസ്കാരം. ഞാൻ ജയചന്ദ്രൻ പാലയാർ. മഹാനുഭാവനായ MT വാസുദേവൻ നായരുടെ വേർപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭാഷണത്തിൻ്റെ പ്രസക്തി. MT ആരായിരുന്നു എന്നത് ആർക്കും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ ചിരസ്മരണീയമായി തന്നെ മലയാള ഭാഷ ഉള്ളിടത്തോളം ഇവിടെ ഉണ്ടായിരിക്കും. നിർമാല്യത്തിൽ തുടങ്ങിയ അത്ഭുത സമാനമായ എഴുത്തിൻ്റെ ചിത്രത്തിൻ്റെ അവതരണം വളരെയേറെ കാലാനുസരണമായ കാലത്തിനും അപ്പുറം നിൽക്കുന്ന ഒന്നാണ് നിർമാല്യം. ആ നിർമാല്യത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാരാ? PJ ആൻ്റണി. ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം നിർമാല്യത്തിലൂടെ PJ ആൻ്റണിക്ക് കിട്ടി. വെളിച്ചപ്പാടിൻ്റെ വേഷമാണ് നിർമാല്യത്തിൽ PJ ആൻ്റണിക്കുള്ളത്. ജീവിതത്തിൻ്റെ കയ്പുനീർ കുടിച്ച് അഗ്നിസമാനമായ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ വെളിച്ചപ്പാടിന് ഉടവാളെടുത്ത് തൻ്റെ ശിരസിൽ വെട്ടുകയല്ലാതെ അത് വേദനിക്കാത്ത ഒരവസ്ഥയിൽ ശരീരം നിർജീവമാക്കപ്പെട്ടു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അത്രത്തോളം അദ്ദേഹത്തിനെ ഉലച്ചു. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു അഗ്നികുണ്ഡ സമാനമായ ജീവിതത്തിൽ ചെന്നുപെട്ടു. അദ്ദേഹത്തിന് മറ്റൊരു വഴിയുമില്ലായിരുന്നു. ആ ഉടവാളെടുത്ത് തൻ്റെ ശിരസിൽ വെട്ടി അദ്ദേഹത്തിന് ആ രക്തം ഒഴുകിയപ്പോഴും അദ്ദേഹത്തിന് നൊന്തില്ല. ഒരു പക്ഷേ മലയാള സാഹിത്യത്തിലോ ചിത്രതരമായ അല്ലെങ്കിൽ സിനിമാ രംഗത്തോ ഇതുപോലെ ഒരു രംഗമോ ഇതുപോലൊരു കഥയോ അതിനു മുമ്പോ പിമ്പോ ആവിഷ്കരിച്ചിട്ടില്ല. അവിടെ നിന്ന് MT യാത്രയാകുന്നു. സിനിമാ മേഖലയിലൂടെ, സർഗസൃഷ്ടിയിലൂടെ, സാഹിത്യരംഗത്തിലൂടെ യാത്രയാകുന്നു. അത്രയൊന്നും ചിരിക്കാത്ത, എല്ലാം മൗന മന്ദഹാസത്തോട് മാത്രം കാണുന്ന ആ ചെറിയ വല്ലപ്പോഴും മാത്രം ഒരു ചെറുപുഞ്ചിരി കാട്ടുന്ന MT വാസുദേവൻ നായർ. വളർത്തുമൃഗങ്ങളെന്ന കഥ അദ്ദേഹത്തിന് ലോക സാഹിത്യത്തിൽ അംഗീകാരം നേടിക്കൊടുത്ത വളർത്തുമൃഗങ്ങൾ. ഒരർത്ഥത്തിൽ നോക്കിയാൽ വളർത്തുമൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമോ സ്വപ്ന സാക്ഷാത്കാരമോ ഒന്നുമില്ല. അവർക്ക് ആഹാരം കിട്ടുന്നു, എവിടെയെങ്കിലും കുറ്റിത്തറയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അവർ നിൽക്കുന്നു. അതിനും അപ്പുറം അവർക്ക് സംഗീതമില്ല, സ്വപ്നങ്ങളില്ല, വാക്കുകളില്ല, മോഹങ്ങളില്ല, മോഹസാക്ഷാത്കാരങ്ങളുമില്ല. ആ വളർത്തുമൃഗങ്ങൾ അത് സിനിമയാക്കിയപ്പോഴും അതിൻ്റെ സംവിധാനത്തിൻ്റെ മേലങ്കിയണിഞ്ഞത് MT ആയിരുന്നു. MT ഇങ്ങനെ തുടരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ രചന ഇങ്ങനെ തുടരുമ്പോൾ, കഥയുടെ ഓരോ തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൃദയത്തിൽ എന്നും പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് മഞ്ഞ് എന്ന ഒന്നാന്തരം പുസ്തകം. പുസ്തകമെന്ന് ഞാൻ പറയാൻ കാരണം അകം നിറയ്ക്കുന്നതാണ് പുസ്തകം. ആത്മാവിനെ സുരഭിലമാക്കുന്നതാണ് പുസ്തകം. ആത്മാവിനെ പ്രകാശ സന്നിഭമാക്കുന്നതാണ് പുസ്തകം. മഞ്ഞിലെ കഥാപാത്രം വിമല സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ വഴിയിലൂടെ നൈനീറ്റാളെന്ന് പറയുന്ന മഞ്ഞ് പെയ്തിറങ്ങുന്ന സ്ഥലത്തിലൂടെ വിമല സഞ്ചരിക്കുന്നത് തൻ്റെ പ്രണയാതുരമായ മധുരസമാനമായ, പ്രണയമെന്ന വാക്കിനർത്ഥം പ്രാണനെ ഉജ്ജ്വലിപ്പിക്കുന്നത് എന്നാണ്. അങ്ങനെ പ്രാണനെ ഉജ്ജ്വലിപ്പിച്ച ചിന്തകളും മോഹങ്ങളുമായി തൻ്റെ എല്ലാമായിരുന്ന ആളിനെ പ്രാണനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സുന്ദരമായ കൽപ്പനകളിലൂടെ മഞ്ഞ് അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മധുരതരമായ മഞ്ഞ് വായനക്കാരൻ്റെ മനസ്സിലും വന്ന് വീഴുകയായിരുന്നു. ഏത് കാലം കഴിഞ്ഞാലും മഞ്ഞ് നമ്മുടെ മനസ്സിൽ ഒരു തണുപ്പായി തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്ക് സിനിമയിലും നാടകവുമൊക്കെ ഞാൻ ചേർത്തുകൊണ്ട് പറയുകയാണ്. രംഗവേദിയിലെത്തുമ്പോൾ വിധി യന്ത്രത്തിരിപ്പാരറിവൂ എന്ന് രംഗത്തിലൂടെ കാണിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് തീർത്തതാണ്. ആ സ്വപ്നങ്ങൾ കൊണ്ട് തീർത്ത രംഗവേദിയിൽ ചിലപ്പോൾ നമുക്ക് അഭിനയിക്കാൻ കിട്ടുന്ന വേഷമെന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും നമ്മൾ നിശ്ചയിക്കാത്തതാണ്. അങ്ങനെ രംഗവേദിയിലെ അനിശ്ചിതാവസ്ഥ രംഗമെന്ന സിനിമയിലൂടെ കാണുമ്പോൾ, ആൾക്കൂട്ടത്തിൽ തനിയായി പോകുന്ന ജീവിതം നമ്മൾ കാണുമ്പോൾ ആലോചിച്ചു നോക്കണം. ബന്ധനമെന്ന സിനിമയിലൂടെ ബന്ധിതമാക്കപ്പെടുന്ന മനസ്സിൻ്റെ ചാരുതയെ നമ്മൾ മോചിപ്പിക്കപ്പെടാൻ കൊതിക്കുമ്പോൾ അപ്പോഴൊക്കെ MT മൗനമായി മന്ദഹസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു കഥാകാരൻ്റെ ഏറ്റവും വലിയ അവസ്ഥാവിശേഷമെന്ന് പറയുന്നത്. MT വേർപെട്ടു പോയപ്പോൾ
കവി മധുസൂദനൻ നായർ പറഞ്ഞത് മലയാള ഭാഷയുടെ പ്രാണൻ പോയതിന് തുല്യമാണ് എന്നതാണ് എനിക്ക് തോന്നിയത്. ശരി തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് അദ്ദേഹം പറയുകയുണ്ടായി, MT പറയുകയുണ്ടായി, മലയാളം പറയാനും മലയാളത്തിൽ സ്വപ്നം കാണാനുമാണ് എനിക്കിഷ്ടം. മലയാളം വിട്ടൊരു ജീവിതം എനിക്കില്ല. അദ്ദേഹം പറയുമ്പോൾ മലയാളത്തിൽ സ്വപ്നം കാണാൻ കൊതിക്കുന്ന അദ്ദേഹം, മലയാളത്തിലൂടെ മാത്രം മനസ്സ് സഞ്ചരിപ്പിക്കുന്ന അദ്ദേഹം പറയുന്നു, ലോകത്ത് എത്ര സമുദ്രങ്ങളും എത്ര ജലാശയങ്ങളും എത്ര ഒഴുകുന്ന നദികളും ഉണ്ടെങ്കിലും മാതാവിനെപ്പോലെ എനിക്ക് ഹൃദയത്തിൽ തണുപ്പ് തന്ന, എനിക്ക് ജീവിതം തന്ന, എനിക്ക് അക്ഷരങ്ങളെ തന്ന, എനിക്ക് സങ്കല്പങ്ങളെ തന്നെ, എനിക്ക് ഉദാത്ത മാതൃകകളെ തന്ന, എൻ്റെ കാൽപാദങ്ങളിലൂടെയുള്ള തണുപ്പ് ശിരസിലെത്തിച്ച നിളാനദിക്കപ്പുറമായി എനിക്കൊന്നുമില്ല. അദ്ദേഹം മാതാവിനെ എപ്പോഴോർക്കുമ്പോഴും ആ കണ്ണുകൾ അല്പം ഈറനണിയുന്നത് ഉള്ളു നിറയാതെ വന്ന് ആ ഉള്ളൊഴുക്കാണ് യഥാർത്ഥത്തിൽ. അത്രയ്ക്കിഷ്ടമായിരുന്നു MTക്ക് മാതാവ്. ആ നിളാനദിയുടെ തീരത്ത് അദ്ദേഹം വീട് വയ്ക്കുമ്പോൾ, ഒരുപാട് നാളിങ്ങനെ കൊതിച്ച് വീട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചായിരുന്നില്ല അന്ന് നിളാനദി. അദ്ദേഹം എനിക്ക് സ്വന്തം നിളയെ കാണാൻ കഴിയാത്തതുകൊണ്ട്, അതേ രൂപത്തിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ ബന്ധനവും അതുപോലെ കടവ്, ആരുമില്ലാത്ത കടവും ആരുമില്ലാത്ത തോണിയും, അങ്ങനെ വരുമ്പോൾ ആ കടവിനും തോണിക്കും സ്വപ്നങ്ങളെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിലെത്തും. ദാർശനികമായ തലങ്ങളായിരുന്നു MTയുടെ ഓരോ കഥാപാത്രങ്ങൾ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ചെറുപുഞ്ചിരി നമ്മൾ കണ്ടല്ലോ. വാർദ്ധക്യ കാലഘട്ടത്തിലുള്ള, ആരുമില്ലാത്ത സമയത്തുള്ള, പ്രായം ഒരിക്കൽ പോലും വിഷയമല്ലാതെ വരുന്ന സമയത്തുള്ള, ശരീരനിബദ്ധമല്ലാത്ത രാഗം, ശരീരനിബദ്ധമാകുന്ന രാഗം അത് അനശ്വരമല്ല. എന്നാൽ ചെറുപഞ്ചരിയിലെ സ്നേഹം ശരീരനിബദ്ധമല്ലാത്തതാണ്. പ്രായമല്ല അവിടെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം, പ്രാണന്റെ ഉജ്ജ്വലിപ്പിക്കലാണ് അവിടെ ആ ചെറുപഞ്ചരിയിൽ നമ്മൾ കണ്ടത്. ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയിൽ അതുവരെ ഉണ്ടാക്കിയ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്, MT എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? പാണൻ പാടി നടക്കുന്നുണ്ടാകും ഈ ചന്തുവിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? ഇരുമ്പാണിക്ക് പരം മുളയാണി വച്ചവൻ ചന്തു എന്ന് പറയുന്ന ചതിയൻ ചന്തുവിൻ്റെ പരിവേഷം ഇപ്പോഴും പാടി നടക്കുന്നുണ്ടാകുമെന്ന് രണ്ട് കഥാപാത്രങ്ങളും മുമ്പിലെത്തുന്നവരോട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നു, ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല. ആ ചന്തുവിൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് ഒരു വടക്കൻ വീരഗാഥയിലൂടെ അദ്ദേഹം അനാവരണം ചെയ്യുന്നു. എത്ര കാലമെടുത്തിട്ടായിരിക്കണം ഇതുപോലൊരു സർഗസൃഷ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് രണ്ടാമൂഴമെന്ന് പറയുന്ന പുസ്തകം, സത്യത്തിൽ ഇതുപോലൊരു പുസ്തകം എഴുതാൻ MTക്ക് മാത്രമേ കഴിയൂ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്നേഹത്തിൻ്റെ സ്വരൂപം. ആരാ? ഭീമസേനൻ. അദ്ദേഹം പ്രാണനുതുല്യം സ്നേഹിക്കുകയായിരുന്നു ദ്രൗപദിയെ. ആ ഇമകളിൽ മുഴുവൻ, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ മുഴുവൻ തിളങ്ങി നിന്നത് പാഞ്ചാലി മാത്രമായിരുന്നു. പാഞ്ചാലിയുടെ ഓരോ സ്പന്ദനവും ജീവശ്വാസവും അദ്ദേഹം തൻ്റെ സ്വന്തം ജീവശ്വാസമാക്കി കാണുകയായിരുന്നു. പാഞ്ചാലിയുടെ ഏത് കാര്യത്തിനും മുമ്പിലുണ്ടായിരുന്നു. അവിടെ വച്ച് വലിയ സദസ്സിൻ്റെ മുമ്പിൽ വച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ആ വസ്ത്രാക്ഷേപം ചെയ്ത ആളിനെ ഞാൻ നെഞ്ചുകീറി കൊന്ന് അത് ചോര കുടിക്കുമെന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, പാഞ്ചാലിയോടുള്ള ഏറ്റവും ആത്മനിർവൃതിയിലുള്ള സ്നേഹമെന്നുകൊണ്ടാണ്. എപ്പോഴും അതായിരുന്നു പാഞ്ചാലിയെ സ്നേഹിച്ചിരുന്നത്. ആ കല്യാണ സൗഗന്ധിക പുഷ്പം എടുക്കാൻ പോകുന്നതിന് വേണ്ടി ഏറ്റവും എത്തിപ്പെടാത്ത സ്ഥലത്തെത്തി ആ കല്യാണ സുഗന്ധികം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ പാഞ്ചാലി എന്താ ചെയ്തത്? നിഷ്കരുണം അത് വലിച്ചെറിയുകയായിരുന്നു. ഭീമസേനൻ്റെ വേദന നമ്മളവിടെ മനസ്സിലാക്കണം. ഏറ്റവും അർഹതപ്പെട്ടവനെ സ്നേഹമെന്തെന്ന്, യഥാർത്ഥ സ്നേഹമെന്തെന്ന് തിരിച്ചറിയാതെ ആ മനുഷ്യനെ അങ്ങ് അറ്റത്തേക്ക് തള്ളിയിടുന്ന, ഇത് പലരുടെയും ജീവിതമാണ്. നമ്മുടെ കുടുംബങ്ങളെടുത്തു നോക്കിയാലും സമൂഹം എടുത്തു നോക്കിയാലും യഥാർത്ഥ സ്നേഹത്തിനെ തിരിച്ചറിയാതെ അതിനെ മാറ്റി നിർത്തുമ്പോഴുണ്ടാകുന്ന വേദന വാക്കിന് വഴങ്ങാത്തതാണ്, ചിത്തത്തിൽ നിൽക്കാത്തതാണ്, തലച്ചോറിന് വഴങ്ങാത്തതാണ്. ഭ്രാന്തമായ ലോകത്തിലൂടെ പലരും സഞ്ചരിക്കുന്നത് സ്വന്തം സ്നേഹവും ആത്മാർത്ഥതയും മറ്റുള്ളവർ മനസ്സിലാക്കാതെ വരുമ്പോഴാണ്. ഒടുവിൽ മാത്രമാണ് ഭീമസേനൻ്റെ സ്നേഹമെന്തെന്ന് പാഞ്ചാലി തിരിച്ചറിയുന്നു. ഒരു ടംബോവാൻ നിറയെ പുസ്തകവുമായിട്ടാണ്
രണ്ടാം ഊഴം എഴുതി തീർക്കുന്നതിന് വേണ്ടി എഴുതുന്നതിന് വേണ്ടി MT വാസുദേവൻ നായർ പോയത്. MTക്കല്ലാതെ ഇതുപോലൊരു പുസ്തകം എഴുതാൻ ഇത്രയും നാടകീയമായ, ഇത്രയും പരിണാമഗുപ്തിയുള്ള, ഇത്രയും കഥാപാത്രങ്ങൾ ഉജ്ജ്വലിച്ച് നിൽക്കുന്ന, കഥാപാത്രങ്ങളും ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള കഥാപാത്രങ്ങളെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു പുസ്തകം എഴുതാൻ ആ ഒരു പുസ്തകം പോരെ MT എന്നും 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 ഇവിടെ ജീവിക്കുവാൻ? അവിടെ നിന്ന് അദ്ദേഹം എഴുതി തീർത്തിട്ടുള്ളതും എഴുതി തീർക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ കടക്കുന്നില്ല. MTയുടെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം എപ്പോഴും നമുക്ക് നമ്മുടെ പല കഥാപാത്രങ്ങളും നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരോ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവരോ ഒക്കെയായി കാണാൻ പറ്റും. ഈ MTയുടെ വേർപാടിൽ എല്ലാവരും മൗനത്തിലായിരുന്നു, സർവരും മൗനത്തിലായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം. ചന്തു മൗനത്തിലായിരുന്നു, ആൾക്കൂട്ടത്തിൽ തനിയായിപ്പോയ ആ കഥാപാത്രങ്ങളെല്ലാം മൗനത്തിലായിരുന്നു, വളർത്തുമൃഗങ്ങൾ മൗനത്തിലായിരുന്നു, ആ മഞ്ഞിലെ വിമല മൗനത്തിലായിരുന്നു, ബന്ധനത്തിലെ കഥാപാത്രങ്ങൾ മൗനത്തിലായിരുന്നു, ആളില്ലാത്ത തോണി, അവിടെ നിൽക്കുന്ന കടവ്, അതും മൗനത്തിലായിരുന്നു. വീണ്ടും മൗനത്തിലായിപ്പോയ ഒരു സ്ഥലമുണ്ട്, ഭാഷയുടെ പിതാവായ തുഞ്ചത്താചാര്യൻ എഴുത്തച്ഛൻ്റെ തുഞ്ചംപറമ്പ്. ആ തുഞ്ചംപറമ്പിനെ ഒരു മലയാള സർവകലാശാലയുടെ രൂപഭാവത്തിൽ എത്തിച്ചതിൻ്റെ, സാക്ഷാത്കരിച്ചതിൻ്റെ നിർണായകമായ സംഭാവന MT വാസുദേവൻ നായർക്കാണ്. നമ്മൾ അവിടേക്കൊന്ന് ചെന്നാൽ ആ അക്ഷരമണ്ഡപം MTയുടെ വേർപാടറിഞ്ഞ് മൗനത്തിലായി. അവിടെ ഇരിക്കുന്ന തത്ത, ആ കിളിപ്പാട്ട് പാടിക്കൊടുക്കുന്ന കിളിയുടെ പാട്ടിൻ്റെ പ്രതിരൂപമായ തത്ത മൗനത്തിലായി. അവിടെ നിൽക്കുന്ന കൈക്കാത്ത കാഞ്ഞിരമരം, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അക്ഷരത്തിൻ്റെ സ്വാദറിഞ്ഞാൽ ഒരു കാഞ്ഞിരത്തിനും കയ്പുണ്ടാവില്ല. ആ കാഞ്ഞിരമരവും, അത് മധുരതരമായിരുന്ന ആ കാഞ്ഞിരമരം മിണ്ടാതെ മൗനമായി ഇരിക്കുന്നൊരവസ്ഥ. എല്ലാം തൻ്റെ പ്രിയപ്പെട്ട MT പോയല്ലോ എന്നുള്ള വല്ലാത്ത ദുഃഖം. പലർക്കും കണ്ണീര് തീരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ ആചാരമർപ്പിക്കാൻ അവസാന കണ്ണുനീർത്തുള്ളിയും അവിടെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയവരുടെ എണ്ണം കണക്ക് കൂട്ടാനല്ല. അദ്ദേഹം പറയുമായിരുന്നു, മരണം ഒരു ചെറു മന്ദഹാസത്തോടെ എവിടെയോ വന്നൊക്കെ നിൽക്കുന്നു എന്ന്. ശങ്കരക്കുറുപ്പ് പറഞ്ഞതുപോലെ, മരണമെൻ മുന്നിൽ വന്നൊരു പാട്ടുകാരനായിരിക്കുന്നു, ഒരു നാൾ മരണം എന്നെ വന്ന് വിളിക്കും, അപ്പോൾ വാതിൽ പൂട്ടാതെ ഞാൻ പോകും. MT ആ മരണത്തിനോടൊപ്പം പോയി, പക്ഷേ ശരീരം മാത്രമേ പോയുള്ളൂ. അദ്ദേഹം മൗനത്തിലായിരുന്നു പലപ്പോഴും. ആ മൗനം മഹാമൗനത്തിലായി, ആ മഹാമൗനം നിത്യതയിലായി. ആ നിത്യതയിലായപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അക്ഷരങ്ങളും കൃതികളും ഇവിടെ കൃത്യമായി എന്നും ചിരസ്മരണീയനായി നമ്മുടെയൊക്കെ മുമ്പിൽ എപ്പോഴും നടന്നും മൗനമന്ദഹാസത്തോടെയും ആ മനുഷ്യൻ്റെ സ്വരൂപം ഇവിടെ തന്നെ കാണും. ഞാൻ കിളിമാനൂർ കൊട്ടാരത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു പകൽ മുഴുവൻ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹം നിറങ്ങളുടെ രാജാവായ രാജാ രവിവർമ്മയുടെ കൊട്ടാരത്തിലെത്തി. ഉത്സവമായിരുന്നു കിളിമാനൂരിന്. എത്തിയ ഉടൻ അദ്ദേഹം പോയത് രവിവർമ്മ ചിത്രം വരയ്ക്കുന്ന ആ ചിത്രശാലയിലേക്കായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം മൗനത്തിലിരുന്നു MT. എല്ലാവരും അത്ഭുത സ്തബ്ധരായി. MT എന്ത് ചെയ്യുന്നു? അപ്പോഴേക്കും തിരിച്ചു വന്നപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പുറത്തു വരാത്ത കണ്ണീരുണ്ടായിരുന്നു. ചോദിച്ചപ്പം ഏറ്റവും പ്രിയപ്പെട്ടവരോട്, അവിടുത്തെ പ്രധാന കൊട്ടാരത്തിലെ ആള് ഗോദവർമ്മ സാറായിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു, MT വന്നതല്ലേ, എന്നോട് നിറങ്ങളുടെ രാജാവ് സംസാരിക്കുകയായിരുന്നു, ഞാനും അദ്ദേഹവും സംസാരിക്കുകയായിരുന്നു. ആ സംഭാഷണം ലോകത്തെ ചിത്രതരമാക്കിയ, ജീവിതത്തെ ചിത്രതരമാക്കിയ, ഈ പ്രപഞ്ചത്തിനെ ചിത്രതരമാക്കി മനോഹരമായി സമാനതകളില്ലാത്ത ആവിഷ്കരിച്ച ആ MTയെ കണ്ടപ്പോൾ രാജാ രവിവർമ്മ എന്ന നിറങ്ങളുടെ രാജാവ് അനുഗ്രഹിച്ചു. അവർ 1.5 മണിക്കൂറോളം സംസാരിച്ചു. അതിനുശേഷം രവിവർമ്മ സ്മരണ ദിനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് രവിവർമ്മയുടെ ചിത്രങ്ങളിലൂടെയുള്ള മഹാസഞ്ചാരമായിരുന്നു. ആ സഞ്ചാരത്തിൻ്റെ നിറഭംഗി ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. തുഞ്ചംപറമ്പിൽ ഒരു പ്രഭാഷണത്തിന് ഒപ്പമുണ്ടായിരുന്നപ്പോഴും അത് കണ്ടപ്പോഴും അദ്ദേഹം യാത്ര ചോദിച്ചപ്പോഴും അവിടെ നിന്നവരെല്ലാം ആ പാദങ്ങളിൽ തൊട്ടുവന്ദിച്ചപ്പോൾ ഒരു മഹാസൗഭാഗ്യം പോലെ ആ പാദത്തിൽ ഞാനും തൊട്ടുവന്ദിച്ചു.
അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പഠിച്ചപ്പോഴും വായിച്ചപ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ കൂട്ടായിട്ടുണ്ട്, എൻ്റെ ആത്മശക്തിയായിട്ടുണ്ട്, എൻ്റെ പ്രകാശമായിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം നക്ഷത്രങ്ങളായിട്ടുണ്ട്. അത് നിളാനദിയെപ്പോലെ നെഞ്ചിലൂടെ അതിൻ്റെ ഓരോ ഓളങ്ങളും ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. ഇതെൻ്റെ മാത്രം കഥയല്ല, മലയാളത്തിൻ്റെ കഥയാണ്, ഭാരതത്തിൻ്റെ കഥയാണ്. ജ്ഞാനപീഠം എന്ന പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയപ്പോഴും അദ്ദേഹത്തെ ഇരുത്തം എന്ന ആ മന്ദഹാസം, അത് സ്വന്തം ഭാഷ, മലയാള ഭാഷ, ആ ഭാഷ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വച്ച് അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തിയ MTയുടെ പാദങ്ങളിൽ അദ്ദേഹത്തിന് മരണമില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, ആയിരങ്ങൾ വിശ്വസിക്കുന്നത് പോലെ, ലക്ഷങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നും MT മലയാളത്തിനോടൊപ്പം, വായനക്കാരോടൊപ്പം സാഹിത്യത്തിൻ്റെ ലോകത്ത് അനശ്വരമായ സൂര്യനായി നിലനിൽക്കുമെന്ന പ്രതീക്ഷയോടെ, ആത്മവിശ്വാസത്തോടെ MTയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ കണ്ണീർ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.